ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. കോടികളുടെ തട്ടിപ്പ്. വടക്കാഞ്ചേരി സീഡ് സൊസൈറ്റി വീണ്ടും വിവാദത്തിൽ. പകുതി വിലയ്ക്ക് വാഹനങ്ങൾ വാഗ്ദാനം ചെയ്ത് സംസ്ഥാനത്തുടനീളം തട്ടിപ്പ് നടത്തിയ അനന്തുകൃഷ്ണനെതിരെ വടക്കാഞ്ചേരിയിൽ പിന്നെയും കേസ്. വടക്കാഞ്ചേരി സീഡ് സൊസൈറ്റി വീണ്ടും വിവാദത്തിൽ. പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് സംസ്ഥാനത്ത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയായ അനന്തുകൃഷ്ണനെതിരെ വടക്കാഞ്ചേരിയിൽ വീണ്ടും കേസ്. മുള്ളൂർക്കര സ്വദേശിനി കോമളവല്ലി ഓഗസ്റ്റ് 9 നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന ട്രസ്റ്റിന്റെ കോർഡിനേറ്ററായ അനന്തുകൃഷ്ണൻ CSR ഫണ്ടിന്റെ മറവിലാണ് തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. വടക്കാഞ്ചേരിയിലെ സീഡ് സൊസൈറ്റി വഴി സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി കുറഞ്ഞ വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞാണ് ഇയാൾ കോമളവല്ലിയിൽ നിന്നും പരിചയക്കാരിൽ നിന്നും ലക്ഷങ്ങൾ കൈക്കലാക്കിയത്. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ ഒട്ടനവധി തട്ടിപ്പുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി അനന്തുകൃഷ്ണനെതിരെ 15ലധികം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസുകളുടെ എല്ലാം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനൊരുങ്ങുകയാണ് പോലീസ്. തട്ടിപ്പിലൂടെ അനന്തുകൃഷ്ണൻ 1000 കോടിയിലേറെ രൂപ സ്വന്തമാക്കിയതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ഇയാൾ. പണം സമ്പാദിക്കുന്നതിനായി വിവിധ കൺസൾട്ടൻസികൾ രൂപീകരിക്കുകയായിരുന്നു. രാഷ്ട്രീയ നേതാക്കളെയും പ്രമുഖരെയും പരിപാടികളിൽ പങ്കെടുപ്പിച്ച വിശ്വാസ്യത നേടിയ ശേഷമാണ് ഇയാൾ തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. പണം കൈപ്പറ്റിയ ശേഷം വാഗ്ദാനങ്ങൾ പാലിക്കാതെ വഞ്ചിച്ചതോടെയാണ് തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. വടക്കാഞ്ചേരിയിൽ ലഭിച്ച പരാതിയെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് 316, 318 BNS വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ഡെസ്ക് CCV.